ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നേരെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് പോയാലോ. ലാസ്റ്റ് എപ്പിസോഡ് എവിടെ നിർത്തി അവർ രണ്ടുപേരും DVD ഷോപ്പിൻ്റെ പുറത്തുനിന്ന് സംസാരിക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും എന്താ പറയുന്നത്, അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ ശേഷം നമ്മുടെ സൂണ് റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വരുന്ന അവൻ്റെ ഫേസിലാകെപ്പാടെ ഒരു സ്മൈൽ കാണുന്നുണ്ട്. മേ ബി അവന് പുറത്ത് പോകുന്ന പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് ആയിരിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് റൂമിലോട്ട് വന്ന് അവൻ ബുക്കൊക്കെ അവൻ്റെ അതായത് ആ ബാഗൊക്കെ ഹാങ് ചെയ്ത് സ്റ്റഡി ടേബിളിൽ ഇരുന്നിട്ട് ചിരിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് ഓരോ തിങ്സ് എടുത്ത് വെച്ചിട്ട് അവൻ്റെ ക്യാലണ്ടർ എടുത്ത് നോക്കുന്നുണ്ട്. ക്യാലണ്ടറിൽ മാർച്ച് മാസമല്ല ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 14-ന് അവൻ്റെ ബർത്ത്ഡേ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവനെ എടുത്തിട്ട് ഒന്നും എന്താ എഴുതിയതെന്ന് വെച്ചാൽ ആ ക്യാലണ്ടർ എടുത്തിട്ട് അതിൽ ഒന്നും കൂടെ അവൻ നോട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഔട്ട്ഡോർ മൂവി അങ്ങനെ പറഞ്ഞ് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ പോകും എന്തായാലും ഉറപ്പായിട്ടും. ഓക്കെ, അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന അവൻ്റെ ബർത്ത്ഡേ വന്നെത്തി. അങ്ങനെ ഓങ്സയും സൂണും കൂടെ ഔട്ട്ഡോർ മൂവിക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് ടൈമിലല്ല ഈ മൂവി കാണുന്നത്. അപ്പോൾ നൈറ്റാണ്. അത് പോപ്കോൺ വാങ്ങിയിട്ട് വരികയാണ്. അപ്പോൾ ഓങ്സ് ചോദിക്കുന്നത് നമുക്ക് ഇവിടെ ഇരിക്കുകയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ അങ്ങനെ പറഞ്ഞാൽ ഒരു മാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. മാറ്റും പോപ്കോൺ ജ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ വെച്ച് ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മൂവി സ്റ്റാർട്ടായി. അങ്ങനെ അവർ രണ്ടൊരു മൂവിയൊക്കെ കാണുകയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ്സാണ്. ചിരിച്ചും കൊണ്ടിരിക്കുന്ന ഭയങ്കര ഹാപ്പി എൻജോയ് ചെയ്ത ഒരു മൊമെൻറ്റ്സാണ് അത്. അങ്ങനെ മൂവി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൂൺ തിരിച്ചിട്ടും നോക്കുന്നുണ്ട്. എന്താണ് സംഭവം, ഇവിടെ ആരും എണീറ്റ് പോകുന്നില്ലല്ലോ, എന്താ അത് അങ്ങനെ പറഞ്ഞാൽ ഓങ്സിനോട് ചോദിക്കാൻ. ഓങ്സ് പറയുന്നത് ഇന്നിവിടെ ധ്രുവ നക്ഷത്രങ്ങൾ വരുന്ന എല്ലാവരും പറയുന്നത്, അതുകൊണ്ട് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വരുമോ, നിനക്കതിൽ വിശ്വാസമുണ്ടോ? ചിലപ്പോൾ വരുമായിരിക്കും. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് വിശ്വസിച്ചിട്ടില്ല. എന്താണ് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം മേ ബി വരുമായിരിക്കും അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ ഷൂട്ടിംഗ് സ്റ്റാറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ സൂണിൻ്റെ കൈ വന്നിട്ട് ഓങ്സ് പിടിക്കുന്നുണ്ട്. ഓങ്സ് പിടിച്ച് ചോദിക്കുന്നുണ്ട്, എന്താ നിൻ്റെ കൈ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നത്, ഇവിടെ ഒന്നും തന്നെ ഇല്ലാത്തത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഓങ്സ് സൂണൊന്നും പറയാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓങ്സ് എന്താക്കും, ഒരു ബ്രേസ്ലെറ്റ് അവൻ്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഇത് കാണാൻ രസം, അങ്ങനെയാണ് എന്താ ഇത് നിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്, നിനക്ക് ഇഷ്ടമായോ ചോദിക്കും. അപ്പോൾ സൂൺ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് നേരത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർ വരുമെന്നാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മുടെ ഓങ്സ് ചോദിക്കും, ഷൂട്ടിംഗ് സ്റ്റാർ വന്നാൽ നിൻ്റെ വിഷയം എന്തായിരിക്കും എന്ന് ചോദിക്കും. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർ വന്നാൽ എന്തായിരിക്കും നിൻ്റെ വിഷയം, അങ്ങനെ ഓങ്സ് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂൺ കുറച്ച് നേരം ഇങ്ങനെ സാഡ് വൈബാണ് മക്കളെ, ഒരുപാട് സെൻറ്റി വൈബ് എന്ന്. അപ്പോൾ നമ്മുടെ സൂൺ പറയുന്നുണ്ട്, ഞാൻ ഷൂട്ടിംഗ് സ്റ്റാറിനെ എല്ലാം സാധിപ്പിച്ചു തരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പാരൻസ് വന്നിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമെന്ന് ചോദിക്കും. അതെങ്ങാനും റിയലിസ്റ്റിക് ആയാൽ നന്നായിട്ടുണ്ടാകും ചോദിക്കാം. അപ്പം ഓങ്സൊക്കെ ഒന്നും പറയില്ല, കാരണം ഇത് ഭയങ്കര ഒരു സെൻറ്റിമെൻ്റ് ആയ ഒരു ഷേപ്പില്ല, അങ്ങോട്ടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് സൂണെന്ന് പറയുന്നുണ്ട്, ഇല്ല സാറല്ല, ഞാൻ വേറെ എന്തെങ്കിലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ചോദിച്ചുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം ഷൂട്ടിംഗ് സ്റ്റാറിനെ കാണും, ഇപ്രാവശ്യം എനിക്കൊന്നും ചോദിക്കാമല്ല അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഓങ്സിനോട് ചോദിക്കും, നിൻ്റെ വിഷയം എന്താണ്, ഷൂട്ടിംഗ് സ്റ്റാർ വന്ന് നീ എന്താ ചോദിക്കുക എന്ന് ചോദിക്കുക. എനിക്ക് പൊതുവേ ഇതിലൊന്നും വിശ്വാസമല്ല, പക്ഷേ ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് ട്രൈ ചെയ്യും ഷൂട്ടിംഗ് സ്റ്റാറിനോട്. ശരി, ഓക്കെ നോക്കാം അങ്ങനെ പറയണം. അങ്ങനെ പെട്ടെന്ന് അവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ഷൂട്ടിംഗ് സ്റ്റാറൊക്കെ പോവാണ്. ഷൂട്ടിംഗ് സ്റ്റാർ പോകുമ്പോൾ ഓങ്സ് വേഗം ചാടിക്കയറി വിഷയമാണ്. നമ്മുടെ സൂൺ ഒന്നും കൂടെ പറയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ആമിൻ പറഞ്ഞ് തീർക്കുന്നുണ്ട്. അപ്പോൾ സൂൺ ചോദിക്കുന്നത്, എന്താ ഓങ്സാ നീ വിഷ് ചെയ്തേ എന്ന് ചോദിക്കും. അപ്പോൾ ഓങ്സ് പറയും, ഞാൻ ഷൂട്ടിംഗ് സ്റ്റാറിനോട് നീ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരണമെന്നാണ് ചോദിച്ചത്, നടക്കുമോ എന്ന് ചോദിക്കും. നീ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് വരുമോ എന്ന് ചോദിക്കും. നമ്മുടെ സൂൺ എന്താ പറയണമെന്ന് അറിയില്ല. ആകെപ്പാടെ ഒരു സെക്കൻഡ് എന്താണ് അങ്ങനെ ചോദിച്ചത്, അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് മുമ്പ് ചോദിച്ചാൽ ഒരു ഫീലില്ല, അത് തന്നെയാണ്. അപ്പോൾ ഓങ്സ പറയും, സാറില്ല കുഴപ്പമില്ല, നിനക്ക് ഓക്കെ അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നീ വേണം, നിനക്ക് വേണ്ട ടൈം നീ എടുത്തോ അങ്ങനെ പറയും. സൂണ് കുറച്ച് നേരം ഇങ്ങനെ സൈലൻ്റ് എടുത്തിട്ട് ഓങ്സിനോട് പറയും, എനിക്കാനായിട്ട് ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊരു വിഷയമൊക്കെ സാധിപ്പിച്ചെന്നതാണ് തോന്നുന്നത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് നേരെ നമ്മുടെ പീരീഡ് ഓഫ്, അതായത് അവർ കുറച്ച് വളർന്ന പീരീഡ് കാണിക്കുന്നത് 256 ഓക്കെ. അവിടേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ നമ്മുടെ ഓങ്സിൻ്റെ കാതിൽ, അത് ഓങ്സ് തന്നെ ആയിരിക്കും വലുതായിരിക്കുന്നത്. ഓങ്സിൻ്റെ കാതിൽ എന്താണ് വിൽ യു ബി മൈ ബോയ് ഫ്രണ്ട് അങ്ങനെ ചോദിക്കുന്നില്ല, അതിനെ എൻ്റെ ബോയ് ഫ്രണ്ടായിട്ട് നീ വരുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതേ ഒരു ഹാപ്പിനെസ്സാണ് കാണിക്കുന്നത്. തിരിച്ച് നമ്മുടെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുമ്പോൾ നമ്മുടെ സൂൺ വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്ന സീനും. അങ്ങനെ നേരെ 256 വരെയാണ് ആ പീരീഡ് ഓഫ് ടൈമിലോട്ട് വരുമ്പോൾ നമ്മുടെ ഓങ്സിൻ്റെ ഫേസിൽ ആപ്പാടെ ഒരു സ്മൈലുണ്ട്. അതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഐ വിൽ വെയിറ്റ് ഫോർ. ബൈ ബൈ.